വേണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കാന്ന്. അവൻ വേണ്ടെന്ന് പറഞ്ഞ നിങ്ങളോടല്ലേ? ഞങ്ങളോട് വേണ്ടെന്ന് അവൻ ഇറങ്ങിയിട്ട് അവൻ അവിടെ പോയി ചോദിക്കണോ നിങ്ങൾക്ക് വേണോന്ന് ചോദിക്കണോ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം മനസ്സിലായില്ല. അതായത് പെരേര പൈസ വേണ്ടാന്ന് പറഞ്ഞ നിങ്ങളോടല്ലേ? അവരോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിച്ചാണല്ലോ അവൻ വന്നത് കൂടെ. അപ്പൊ നിങ്ങൾ പൈസ മേടിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്കൊരു ബാധ്യസ്ഥത ഇല്ലേ? നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറയാനായിട്ട് ആശിനെ വിശ്വസിച്ചാണ് വന്നത്. അവിടെ വന്നു പറയുന്നില്ലേ? ഈ പറയുന്ന കാര്യങ്ങളിൽ ആശി പൈസ മേടിച്ചു കൊടുക്കണ്ടേ എന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനാണ് ആശിഷ് എന്ന് പറയുന്ന ആള് അവനോട് 100 തവട്ടം കാല് പിടിച്ചു പറഞ്ഞ മോനെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പൈസ കിട്ടൂല എന്ന് പറഞ്ഞപ്പോ പൈസ വേണ്ട ഒന്നും വേണ്ട, നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ അവിടെ നിന്റെ വണ്ടി ഓടിക്കാൻ പൈസ തരാന്ന് അവൻ ഓൾറെഡി ഇവനോട് പറഞ്ഞു. ഈ ആശിഷ് എന്ന് പറയുന്ന ആളോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എടാ നടക്കൂല, നീ എന്തിനാണ് 20 മിനിറ്റ് കയറത്തിന് വേണ്ടി പോയി ഡാൻസ് കളിക്കുക, അവർ ഡീജിൽ പങ്കെടുത്ത് സന്തോഷമായിട്ട് പോകാൻ. അവരോട് നിന്നെ ഒരു മോശമായിട്ട് പോലും പെരുമാറിയില്ല. അത്രയ്ക്ക് ഡീസൻ്റ് ആയിട്ടാണ് അവർ പെരുമാറുന്നത്. ഇവൻ കാല് പിടിക്കുന്നത് ഞാൻ കണ്ടതാണ്. അത്രയ്ക്ക് കാല്, അതായത് ഇവന്റെ ലെഫ്റ്റ് സൈഡിലാണ് ആദ്യം ഈ പറയുന്ന അലിൻ ജോസ് പെരേര എന്ന വ്യക്തി ഇരുന്നത്. പുറകേല് ഇവരുടെ സുഹൃത്ത് തന്നെ അജു എന്നാണ് ആൾ ഇപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അവനും കാല് പിടിച്ചു പറഞ്ഞു എനിക്ക് ഇവൻ എന്താണ് ഇങ്ങനെ പറയുന്നത്. കാരണം ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാതെ വരികയും അവരുടെ പ്രോഗ്രാം നഷ്ടം വരികയും ആ എൻജോയ്മെന്റിന് ഒരു കോട്ടം തൊട്ടുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അത് കാരണം സിറ്റുവേഷൻ അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവും. ഒരു സ്ഥലത്തുള്ള സമയത്ത് ആർട്ടിസ്റ്റ് ഇറങ്ങില്ല, അല്ലെങ്കിൽ എന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചത് ഇറങ്ങില്ല, അല്ലെങ്കിൽ ഡാൻസ് പ്രോഗ്രാം ഞാൻ ഇറങ്ങില്ല, ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ട് കാണണേ ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ ഇവർക്കാണ് എന്റെ എക്സ്പീരിയൻസ്. ഞാൻ പറയണം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഇറങ്ങൂല എന്ന് പറയുന്ന ഒരാളെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈസ വേണ്ട, പൈസ അവിടെ എന്റെ ക്യാഷ് ഉണ്ട്, ഞാൻ അപ്പോ അലിൻ ജോസ് പെരേര അത്രയും നേരം കണ്ടിട്ട് പൈസ വേണ്ട ഒന്നും വേണ്ട ശരിയാവില്ല, അറിയാലോ എന്റെ സ്വഭാവം. പിന്നെ ഇവൻ സ്കൂളിൽ പഠിച്ച വില്ലനാണ് മറ്റൊരു വില്ലനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗാണ്. അപ്പൊ ഞാൻ എന്ത് പറയാനാ? അപ്പൊ ഞാൻ പറയടാ എന്നാ വണ്ടി എടുക്ക്. ഇപ്പം വണ്ടി എടുത്ത് പോകുന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇവന്റെ ഡയലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇനി കല്യാണ പരിപാടി എനിക്ക് താല്പര്യമില്ല, എനിക്ക് കോളേജ് പ്രോഗ്രാം, അതുപോലെ ജ്വല്ലറികള്, അതുപോലെ പിന്നെ ഈ സിനിമ സീരിയല്, അതുപോലെ തന്നെ ഈ കാറുകളുടെ ഷോറൂമിൽ ചെന്നിട്ട് പറയുക അവൻ കാർ എന്തോ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അപ്പൊ അതിന് ഡിസ്കൗണ്ട് തന്നെ. അപ്പൊ ഇവൻ അവർക്ക് വേണ്ടി റീല് ചെയ്ത് കൊടുത്ത് റീച്ച് ആക്കാൻ വരാ. ജ്വല്ലറികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവന്റെ പെങ്ങൾക്ക് എന്തോ ഇതൊക്കെ ഉണ്ട് എന്നാണ് എന്റെ അടുത്ത് പറയാണ് ഇങ്ങനെ ഇതൊക്കെ പിടിച്ചു കൊടുക്കാൻ. ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ് വരുമ്പോ ഇവന് താല്പര്യമില്ല ഇനി പരിപാടി പരിപാടികൾ പോയിട്ട് അവിടെ കോമാളിയാവാൻ പറ്റില്ല. പക്ഷെ ഈ പരിപാടി പിടിച്ചത് അവൻ തന്നെയാണ് പിടിച്ചത്. പൈസ ഇല്ലാത്ത സമയം വരുമ്പോ പരിപാടി പിടിക്കും.